നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, മലപ്പുറം ജില്ലയിലെ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത മമ്പാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കോളേജിലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയായിരുന്നു. അവിടെ മമ്പാട് MES കോളേജിലൊരു പരിപാടിക്ക് വേണ്ടി പോവാം. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരാളൊരു വണ്ടിയിൽ ഇങ്ങനെ വരുന്നു. ആ വണ്ടിയുടെ മുൻഭാഗത്ത് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ വെച്ചുകൊണ്ടാണ് ഇയാൾ വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടപ്പോൾ അയാൾ വണ്ടി കൈ കാണിച്ചു. നമ്മൾ വണ്ടി നിർത്തി പുറത്തിറങ്ങി. നമുക്കറിയാം അയാളെ കണ്ടിട്ടുണ്ട്, അത്ര പരിചയമൊന്നുമില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്, പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് കയറുമോ എന്ന് ചോദിച്ചു. വീട് കാണിച്ചു തന്നു, കോളേജിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കയറിക്കോളാം, എന്തായാലും കയറാം. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം അതേപോലെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി, കുറച്ച് നേരം സിറ്റ് ഔട്ടിലിരുന്നു. പിന്നെ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് ഫാൻ ഇട്ട് തന്നു. അപ്പം നമ്മൾ ആ സ്ത്രീയോട് അസ്സലാമു അലൈക്കും പറഞ്ഞു. സാധാരണ അങ്ങനെ പറഞ്ഞാൽ തിരിച്ചു പറയണമല്ലോ, ഇവർ പറയണില്ല. വലൈക്കും അസ്സലാം എന്ന് പ്രത്യഭിവാദ്യം ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ, എന്താ ഒരു സലാം വിട്ടാത്ത. അപ്പം നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നു എന്താണ് കാരണം. എന്താ കാരണം? അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, അതന്നെ കാരണം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയാണോ? അല്ല, എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇവർ വിരുന്ന് വന്നതാണോ? അല്ല, അവരിവിടെ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തന്നത് എന്താണെന്നറിയോ? അദ്ദേഹം പറയാ, ഈ ഭാര്യയുടെ അനിയത്തിക്ക് സംസാരിക്കാൻ കഴിയില്ല, അവരുടെ ഭർത്താവിന് സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മകളുണ്ട്, മകൾക്ക് സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മകനുണ്ട് ചെറുത്, അവന് സംസാരിക്കാൻ കഴിയും. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് ഈ കുട്ടിക്ക് വർത്തമാനം പറയാൻ ആരുമില്ല. സ്കൂളില്ല, ഗ്രൗണ്ടില്ല, അങ്ങാടിയില്ല, പള്ളിയില്ല, ഒന്നുമില്ല. അങ്ങനെ സംസാരിക്കാൻ ആരുമില്ലാതെ ഈ കുട്ടി ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോകാൻ തുടങ്ങി. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇവർക്ക് പേടിയായിട്ട് ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഇവർ സൈക്യാട്രിസ്റ്റിന് പോയിട്ട് കാണിച്ചു. ഇതാരറിഞ്ഞു? ഈ ആളറിഞ്ഞു. നമ്മുടെ വണ്ടിയുടെ മുന്നിൽ കൈ നീട്ടിയ ആളില്ലേ, അല്ലെങ്കിൽ നിർത്താൻ പറഞ്ഞ ആളില്ലേ, അദ്ദേഹം അറിഞ്ഞു. മൂത്താപ്പ അറിഞ്ഞു. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ ഫാമിലിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് പോരൂ, അവന് വർത്തമാനം പറയാൻ ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞു. അവർ വന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ. അന്ന് എന്നോട് ഇത് പറയുന്ന സമയത്ത് ആ ഫാമിലി വന്നിട്ട് 2 വർഷത്തോളമായിട്ടുണ്ടായിരുന്നു. ധാരണി പറയണമെന്ന് അറിയാം. നിങ്ങൾ നമ്മുടെ മുന്നിൽ വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞ ആ ആളില്ലേ, ആ മനുഷ്യനെ കയ്യും കാലുമില്ല, കയ്യും കാലുമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കണ വണ്ടിയില്ലേ, അത് താടിയെല്ല് കൊണ്ട് ഇങ്ങനെ നിയന്ത്രിക്കുന്ന വണ്ടിയാണ്. ഇദ്ദേഹം ഈ ഫാമിലിയെ വിളിച്ച വീടില്ലേ, അത് 2 മുറികൾ മാത്രമുള്ളൊരു ചെറിയ വീടാണ്. ഇതുപോലൊരു KMCC കയറ്റിക്കൊടുത്ത ഒരു ചെറിയ വീട്. ഈ ആൾക്ക് ആകെ ഉള്ളത് ശമ്പളം എത്രയെന്നറിയോ? 14,000 രൂപ. ഒരു ഹെൽത്ത് സെൻ്ററിൽ സ്വീപ്പറാണ് ജോലി. സ്വീപ്പർ എന്ന ജോലി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല, അത് വേറെ ആൾക്കാണ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശമ്പളത്തിൽ പകുതി അയാൾക്ക് കൊടുക്കണം. അപ്പോൾ ആകെ ബാക്കി ഉണ്ടാവുക എത്രയാ? 7,000 രൂപയാണ് ഉണ്ടാവുക. ആ 7,000 രൂപയുടെ ചൂടിലേക്ക്, 2 മുറികൾ മാത്രമുള്ളൊരു ചെറിയ പുരയുടെ തണലിലേക്ക് അദ്ദേഹം ഒരു കുടുംബത്തെയാണ് വിളിക്കുന്നത്. ഇത്രയും പറഞ്ഞു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയാ, ഈ കുട്ടിയില്ലേ, അവൻ വലിയ ആളാവുമ്പോൾ, വലിയ കുട്ടിയാവുമ്പോൾ, വലിയ ആളാവുമ്പോൾ അവൻ ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും, അവൻ ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും, അന്ന് അവൻ എന്നെ ഓർക്കും, എനിക്കത് മതി എന്നാണ് പറയുന്നത്. എക്സിസ്റ്റൻസ് അല്ല ഇത് ജീവിതമല്ല, ഇത് അർത്ഥപൂർണമായ ജീവിതമാണ്. ജീവിച്ചു എന്ന് കുറേ ആൾക്കാരിങ്ങനെ പറയും. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന മനുഷ്യരുടെ നാവിൻ്റെ തുമ്പിൽ ആ പേരിങ്ങനെ അലയടിക്കുന്നതിൻ്റെ പേരാണ് ദ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ.
റബ്ബി ജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ ഖുർആനിൽ നിന്ന് എടുത്തിട്ട് ഒരു പേപ്പറിൽ വെറുതെ ഇങ്ങനെ എഴുതി നോക്കുന്നുണ്ടോ, നമുക്ക് ഇന്ന് ആവശ്യമുള്ളൊരു പ്രാർത്ഥന അതിനകത്തുണ്ടാവും. അങ്ങനെയാണ്, നിറച്ചും ജീവിതമുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് നമുക്ക് ആവശ്യമുള്ളൊരു പ്രാർത്ഥന അതിനകത്തുണ്ടാവും. അതേപോലെ ഒന്നാ വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പഠിച്ചോനെ, വരാനിരിക്കുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് നല്ലത് പറയണമേ, സത്യം പറയണമേ. കൂടുള്ള ആളുകൾ പറയണേ എന്നല്ല, വരാനിരിക്കുന്ന മനുഷ്യരെഴുതുന്ന ചരിത്രത്തിൽ ഇബ്രാഹിം സത്യവാനായൊരു മനുഷ്യനായി നിലനിൽക്കണമേ എന്നാണ് പ്രാർത്ഥന. അതെന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം അത്, ദ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ്. മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, ക്രിസ്ത്യാനികൾക്ക് പ്രിയപ്പെട്ടവനാണ് ഏബ്രഹാം പ്രവാചകൻ. യഹൂദർക്ക് പ്രിയപ്പെട്ടവനാണ് ഇബ്നേസർ പ്രവാചകൻ. ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും ആ പ്രവാചകനെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ആ പ്രാർത്ഥനയുടെ റിസൾട്ടാണത്. വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ദ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ്. പഠിച്ചവൻ തന്നിട്ടുള്ള ആയുസ്സിനെ അർത്ഥപൂർണമാക്കിയ മനുഷ്യർ മാത്രം ചരിത്രത്തിൽ ബാക്കിയാകുന്നു. ഓക്കെ, ഈ ലോകത്ത്, എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് കേട്ടോ. ലോകത്ത് ഏറ്റവും നല്ല കിടക്ക ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബെഡ് ഏതാണ് എന്ന് നിങ്ങൾക്കറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല ബെഡ് മന വേണ്ടതേട്ടാ, നല്ലതാ. എല്ലാവർക്കും ഒന്നും അത് ഉണ്ടാവില്ലല്ലോ. എനിക്കത് 2013 പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? ലോകത്തെ ഏറ്റവും നല്ല ബെഡ് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ താഴെയുള്ള ബെഡാണ്. സമാധാനമായി കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ താഴെയുള്ള ആ ബെഡാണ്. ചിലപ്പോൾ അതൊരു ബെഡ് പോലും ആവില്ല, ഒരു ഷീറ്റ് മാത്രമേ ആയിരിക്കും. ചിലപ്പോൾ അതൊരു പേപ്പർ ആയിരിക്കും, ചിലപ്പോൾ അതൊരു തുണി മാത്രമായിരിക്കും, ചിലപ്പോൾ അതൊരു ഷാളായിരിക്കും, ചിലപ്പോൾ അത് വെറും പച്ച തണുപ്പുള്ള നിലമായിരിക്കും. ആ മനുഷ്യൻ്റെ താഴെയുള്ളത് എന്താണോ അതാണ് ലോകത്തെ ഏറ്റവും നല്ല ബെഡ്. സഞ്ജയൻ്റെ ഒരു പഴയ കഥാപാത്രം പറയുന്നുണ്ട് ജയിലിൽ ആയിപ്പോയതിനെ കുറിച്ച്. ജയിലിൽ ആ പച്ച നിലത്ത് കൊതുകിൻ്റെ കടിയേറ്റ് ഉറങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും കഷ്ടപ്പാടുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ സുഹൃത്ത് എന്താ പറയണമെന്നറിയോ? ജയിലിൻ്റെ നിലത്ത് കൊതുകിൻ്റെ കടിയേറ്റ് ഉറങ്ങാതിരിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നീ ഉറങ്ങുന്നുണ്ടല്ലോ, ജയിലിലെ നിലത്ത് കൊതുകിൻ്റെ കടിയേറ്റ് ഉറങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും ഭംഗിയുള്ള കാര്യം സമാധാനമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. എവിടെ എന്നുള്ളത് അപ്രസക്തമായൊരു കാര്യമാണ്. കൊട്ടാര സദൃശമായൊരു വലിയ വീട്ടിൽ ഒരാളിങ്ങനെ ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അയാൾക്ക് ആ വീടിൻ്റെ വലുപ്പമൊന്നും ഒരു വിഷയമേ ആവില്ല. അയാൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല. അയാൾക്ക് ആകെ വേണ്ടത് സമാധാനമായിട്ട് ഉറങ്ങുക എന്നുള്ളത് മാത്രമേ ആയിരിക്കും. സമാധാനമായിട്ട് ഉറങ്ങാൻ വേണമെങ്കിൽ മരുന്ന് കിട്ടും കേട്ടോ, മരുന്ന് കിട്ടും. സ്ലീപ്പിംഗ് പിൽസൊക്കെ ഇല്ലേ, അത് കഴിച്ചാൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. പക്ഷെ മരുന്നില്ലാത്ത വേറൊരു സാധനമുണ്ട്. അതെന്താണെന്നറിയോ? സമാധാനമായിട്ട് ഉണരുക എന്നുള്ളതാണ്. അതിന് മരുന്നില്ല. സമാധാനമായിട്ട് ഉറങ്ങാൻ മരുന്നൊക്കെ കിട്ടും, പക്ഷെ സമാധാനമായിട്ട് ഉണരാൻ എന്ത് ചെയ്യും? അതിനെന്ത് വേണം? ഖുർആനിൽ ബർക്കത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ബർക്കത്ത് നമ്മളൊക്കെ സാധാരണ പറയുന്ന ബർക്കത്ത്, മലയാളം പോലെ നമുക്ക് പരിചയമുള്ള വാക്കാണ് ബർക്കത്ത്.
ബർക്കത്ത് എന്ന് സാധാരണ നമ്മൾ എപ്പോഴാണ് പറയുക? ആരെക്കുറിച്ചാണ് പറയുക? ഓർക്കിപ്പോൾ നല്ല ബർക്കത്താണെന്ന് പറയില്ലേ? ആരെക്കുറിച്ചാണ് പറയുക? ഒരുപാട് ഉള്ള ആളുകളെ കുറിച്ചാണ് പറയുക. പൈസയൊക്കെ ഒരുപാടുള്ള ആളുകളെ കുറിച്ച് എന്താ പറയുക? ഓർക്കിപ്പോൾ നല്ല ബർക്കത്താണെന്ന് പറയും. എന്നാൽ നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത്? അപ്പോൾ അയാൾ എന്ത് പറയും? അത് പറയും. അയാൾ നല്ലോണം പൈസ ഉണ്ടാവണമെന്ന് പറയില്ലല്ലോ. എന്താണ് ബർക്കത്ത് എന്ന് അയാളോട് ചോദിച്ചാലും അയാൾ പറയുന്നൊരു വാക്കുണ്ട്, സമാധാനം. സമാധാനം. ബിൽ സ്മിത്ത് എന്ന് പറയുന്നൊരു വലിയ നടനുണ്ട്, ഒരു ഭയങ്കര ആക്ടറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഹാപ്പിനെസ് ഈസ് പീസ്. നമ്മൾ സാധാരണ പറയുമല്ലോ, നല്ല സക്സസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയില്ലേ? എല്ലാ മോട്ടിവേഷൻ നടത്തുന്ന ആളുകളും പറയുന്ന വാക്കാണ്. എന്താ പറയുക? സക്സസ് ആണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും. എന്നാൽ നമ്മളതിനൊന്ന് തിരിച്ചിട്ട് വായിച്ചു നോക്കൂ. സന്തോഷം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ്.